കഴിഞ്ഞ ദിവസം ദിലീപ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. അതിന് കാരണമായി മാറിയത് ഒറ്റയ്ക്കെത്തിയതിനുള്ള കാര്യം തന്നെയാണ്. ഇത്തവണ എത്തിയപ്പോൾ ആർക്കും വേണ്ടി പൂജകൾ കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ എത്തിയ ഉടനെ തന്നെ മീനാക്ഷിക്ക് വേണ്ടി പൂജകളെല്ലാം ദിലീപ് ചെയ്തിരുന്നു. മീനാക്ഷി ഇപ്പോൾ വിദേശത്താണ്. വിദേശത്ത് പഠനകാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മീനാക്ഷി. ഇപ്പോൾ തന്നെ പ്രേക്ഷകർ ആ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കാണുകയും ചെയ്യുന്നത്. മീനാക്ഷിയുടെ പേരിൽ അർച്ചന കഴിക്കുന്നത് എല്ലാവരും കാണുകയും ചെയ്തു. ചോതി നക്ഷത്രത്തിന് പിറന്ന പെൺകുട്ടിയാണ് മീനാക്ഷി. അതുകൊണ്ട് തന്നെ മീനാക്ഷി ചോതി എന്ന് പറഞ്ഞ് അർച്ചന കൊടുക്കുന്നതും ചുറ്റുവിളക്കടക്കമുള്ളത് മകളുടെ പേരിലേക്ക് ദിലീപ് ചെയ്യുന്നതും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. മാമാട്ടിയെയും കാവ്യയും ഒന്നും തന്നെ ഇത്തവണത്തെ ക്ഷേത്ര ദർശനത്തിൽ കൂടെ കൊണ്ടുവന്നില്ല. സ്വാഭാവികമായി ഷൂട്ടിംഗ് തിരക്കുകളിലാകുമ്പോൾ ദിലീപ് ഇത്തരത്തിലൊക്കെ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലും എത്തിയത്. സാധാരണ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞറിയിക്കുന്നത് കൊണ്ട് തന്നെ തിരക്കിൽ നിന്നും ക്യൂവിൽ നിന്നുമൊക്കെ മാറ്റാൻ അതവർക്ക് സഹായകരമാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരെ കണ്ട് ആളുകളെല്ലാം കുറച്ചുകൂടി തിരക്കിലേക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം. ഇപ്പോഴിതാ ദിലീപ് എത്തിയപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കാവ്യ ഒപ്പം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കാവ്യ ഇല്ലാതെ വന്നതോടെ തന്നെ എല്ലാവരും കാവ്യയെക്കുറിച്ചും ചോദിക്കാൻ തുടങ്ങി. മീനാക്ഷിക്ക് മാത്രം പൂജകൾ ചെയ്തപ്പോൾ മാമാട്ടിയെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ വാർത്തകളെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്തത്. മാമാട്ടിയെക്കുറിച്ചും മീനാക്ഷിയെക്കുറിച്ചും കാവ്യയെക്കുറിച്ചും ചോദിക്കുന്ന പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായും ഇത് മാറുന്നു എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോട് വളരെയധികം പ്രാധാന്യം പുലർത്താറുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മീനാക്ഷിയുടെ കാര്യങ്ങളും അതുപോലെ മീനാക്ഷി ദിലീപ് വിഷയത്തെക്കുറിച്ചുള്ള സംസാരമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെയാണ് മീനാക്ഷി വിദേശത്താണെന്നും കുറച്ചധികം നാളുകളായി മീനാക്ഷി നാട്ടിലേക്ക് വരാറില്ലെന്നും പ്രേക്ഷകർ അറിയുന്നത്. അതെന്താണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തന്നെയായിരുന്നു ശരിക്കും ഈ ഒരു കാര്യം നടന്നത്. അതിനേതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മീനാക്ഷി വിദേശത്തേക്ക് പോയത്. ആ വിധി വരുന്നതിന് മുൻപ് തന്നെ മീനാക്ഷി ഇവിടുന്ന് പോവുകയായിരുന്നു. സൈബർ അറ്റാക്കോ മറ്റോ ഒന്നും നേരിടാൻ താല്പര്യമില്ലാതെയാണ് ഇവിടുന്ന് മീനാക്ഷി പോയത്. അതിനുശേഷം നേരാവണ്ണം നാട്ടിലേക്ക് മീനാക്ഷി എത്തിയിട്ടില്ല. നാട്ടിലെത്തിയാലും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൊന്നും അറിയിക്കാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ പ്രൈവറ്റായി കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഒരു കാര്യത്തിൽ ദിലീപും മഞ്ജുവൊക്കെ ഒരുപോലെയാണ്. അതുപോലെയാണ് മീനാക്ഷി. ഒരു പ്രായം വരെ മീനാക്ഷിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവിങ്ങിനോട് പാഷൻ തോന്നിയതും ഇൻസ്റ്റഗ്രാം എടുത്തതെല്ലാം എന്ന് തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.